ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമ്മർദ്ദം അമേരിക്കയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഈ നെതന്യാഹുവിന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറാനെ ആക്രമിച്ച് ലോകത്തെ കൊളമാക്കണമെന്ന് വലിയ നിർബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി ജെയിംസ് ഈ വാർത്തയെ അപകീർത്തിക്കാൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ്. ഹായ്. എന്താ ജെയിംസ്, ഈ നെതന്യാഹുവിനെ കൊണ്ട് നമ്മൾ തോറ്റു, ഒന്ന് ജയിക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് നെതന്യാഹു അമേരിക്കയിൽ പറന്നിറങ്ങുന്നത്. അതെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനുള്ള ഒരു പ്രതിവിധി മറ്റ് രാജ്യങ്ങളെ കയറി ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെതന്യാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം സ്വയരക്ഷ നോക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ ഒരു അല്പം ആശ്വാസം ഉണ്ടായിരിക്കുന്നു. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പെട്ടെന്ന് യാത്ര നടത്തിയത് യഥാർത്ഥത്തിൽ ഈ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം 6ാമത്തെ തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ കാണാൻ ചെല്ലുന്നത്. ട്രംപ് ഏതാണ്ട് ഒരു പിതൃതുല്യനായിട്ടൊരാളായിട്ടാണ് ഇപ്പോൾ നെതന്യാഹു കാണുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ട്രംപിനോട് യോജിക്കുന്നില്ല. ഇത്തവണ പോയത് ഇറാനെ ആക്രമിക്കാനുള്ള അനുമതി തേടിയുള്ള യാത്രയായിരുന്നു എന്ന് മാത്രമല്ല, പോകുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞു, അമേരിക്ക തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. പക്ഷേ ട്രംപിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത് ചിലവായില്ല. ട്രംപ് പറഞ്ഞത് ഇറാനുമായി നയതന്ത്ര തല ചർച്ചകൾ തുടരണം, അത് പരാജയപ്പെട്ടാൽ മാത്രം നമുക്ക് മറ്റു തരത്തിൽ ആലോചിക്കാം. അപ്പോൾ അമേരിക്കയും ഇറാനും ഇപ്പോഴും ഒരു ആണവ ആയുധ കരാറിനെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന് അതൊന്നും ബാധകമല്ല. കാരണം ഇസ്രായേൽ കാണുന്നത് ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തടയിടണം, അല്ലാത്ത പക്ഷം ഇത് മുഴുവൻ താങ്കൾക്കെതിരെ ഉപയോഗിക്കും. അപ്പോൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ഭീഷണി, നിലനിൽപ്പിൻ്റെ ഒരു ഭീഷണി ഉണ്ടെന്നാണ് നെതന്യാഹു പറയുന്നത്. അതിൻ്റെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഗസയെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു. ഗസയിൽ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പാക്കേണ്ട അവസ്ഥയാണ്. അതിനിടയിൽ 520 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേലോട് ആക്രമിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ കൊല്ലപ്പെട്ടവർ ഈ കരാറിന് ശേഷം 600 പേരാണ്. എന്ന് മാത്രമല്ല, ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 70,000 കടന്നിരിക്കുന്നു. പാലസ്തീനികൾ കൊല്ലപ്പെട്ടത് ഒക്ടോബർ 7 തീയതി 2023 ഹമാസ് കയറി ആക്രമിച്ചപ്പോൾ 1200 ഇസ്രായേലികളും കൊല്ലപ്പെട്ടിരുന്നു. ബന്ദികളാക്കി കൊണ്ടുപോയവരെ ജീവനോടെ അല്ലാതെയായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ 2ാം ഘട്ടം നടപ്പിലാക്കണം. അപ്പോൾ ഹമാസ് ആയുധം താഴെ വെച്ച് ഇതിന് ശേഷം മാത്രമേ ഗസയിൽ പുനർനിർമ്മാണം നടക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലും അതിന് അനുകൂലമായിട്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അവർ പുനർനിർമ്മാണം ഉടനെ വേണമെന്നാണ് പറയുന്നത്. എന്നാലും ഹമാസ് നിരായുധീകരിക്കണം എന്നുള്ള കാര്യത്തിൽ അവരൊക്കെ ഒറ്റക്കെട്ടാണ്. പക്ഷേ ഹമാസ് അതിന് തയ്യാറാവുന്നില്ല. അന്താരാഷ്ട്ര സേന വരുമെന്ന് പറയുന്നു. ട്രംപാണ് പീസ് ബോർഡിന്റെ ചെയർമാൻ, പല കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലത്തിൽ നടപ്പാവുന്നില്ല. ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.